കുറച്ചു മാസങ്ങളായിട്ട് ബീഡി കമ്പനിയിലേക്കുള്ള പോക്കും വരവും ലതയുടെ നേരം നോക്കിയാണ് തലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. എനിക്ക് അവളോടുള്ള താല്പര്യം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കമ്പനിയിലെ സീനിയർ തെറുപ്പുകാരൻ നാരായണേട്ടന് എന്നെ കാണുമ്പോഴെല്ലാം താനേ ചിരി പൊട്ടുന്നത്. രഹസ്യങ്ങളില്ലാത്ത മനുഷ്യർ കാമ്പില്ലാത്ത കൂമ്പ് പോലെയാണെന്ന് ലത ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തിരിച്ചെന്ത് പറയണമെന്നറിയാതെ വായ പൊളിച്ചിരിക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. കാമ്പില്ലാത്ത കൂമ്പെന്ന് പറഞ്ഞാൽ ഒരു കാക്കയ്ക്ക് പോലും കൊത്താൻ ഗുണമില്ലാത്ത കായയാണ് ഞാനെന്ന് തന്നെയാകും ലത അർത്ഥം വെച്ചിരിക്കുന്നത്. ഒന്നും ഒളിക്കാനില്ല എന്ന് പരസ്യപ്പെടുത്തുന്നവരെ പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ലെന്നു കൂടി അവൾ ചേർത്തു. അതിൽ പിന്നെ ഞാൻ അവളോട് സംസാരിക്കാൻ പോയിട്ടില്ല. ലതയുടെ കെട്ടിയവൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ പുതിയ കുടുംബമുണ്ടാക്കാൻ പോയെന്നറിഞ്ഞതിൽ പിന്നെയാണ് വർഷങ്ങളായി തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന അവളെ ഞാൻ അടിമുടി ശ്രദ്ധിച്ചത്. കണ്ടാൽ ഒരു ആനച്ചന്തമൊക്കെയുള്ള ലത ഇപ്പോൾ കെട്ടുവിട്ട പട്ടം പോലെ എനിക്ക് ചുറ്റും പാറിപ്പറക്കുമ്പോൾ മനസ്സിന് ആകെ ഒരു ചാഞ്ചാട്ടം. അതിനായി മനഃപൂർവ്വം ഓരോ കാരണങ്ങളുണ്ടാക്കി കഴിഞ്ഞ 3 മാസങ്ങളോളമായി ലതയോടടുക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യവുമില്ല. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവൾ അത് മടക്കി എൻ്റെ അണ്ണാക്കിലേക്ക് വെച്ചു തരും. അന്ന് അച്ചിൽ മുറിച്ച് നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെച്ച തെണ്ടിലകൾ എടുത്ത് മുറത്തിലേക്കിട്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ലതയെ നോക്കി. അവളപ്പോൾ ആരോടോ ഉള്ള ദേഷ്യം പോലെ പുകയിലിട്ട് തിരച്ച ബീഡിയുടെ മേൽവായ കൂർത്ത കമ്പ് കൊണ്ട് കുത്തി അടക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നത് അവൾ കണ്ടെന്നറിഞ്ഞപ്പോൾ തെറുപ്പിൻ്റെ വേഗത ഞാനും കൂട്ടി. ഇവളെ ഒന്നും വെറുതെയല്ല കെട്ടിയോൻ ഇട്ടിട്ട് പോയതെന്നുള്ളിൽ ഒരു തമാശ പോലെ പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കെട്ടിയോളുടെ പേര് ഓമനയെന്നല്ലേ എന്ന് ലത എന്നോട് ചോദിച്ചത്. ഈശ്വര എന്ന് ഞാൻ അറിയാതെ വിളിച്ചുപോയി. താല്പര്യമില്ലെന്നറിഞ്ഞിട്ടും പിന്തുടരുന്ന പെണ്ണിന് തൻ്റെ ഭാര്യയെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു അപകടം പുരുഷന് വരാനില്ലല്ലോ. പരവേശവും വെപ്രാളവും പ്രത്യേക തരം ഒരു ഭയവും കൊണ്ട് ഈശ്വരൻ്റെ അച്ഛനെ വരെ അകം ചിലപ്പോൾ വിളിച്ചു പോകും. ലതക്കെങ്ങനെ ഓമനയെ അറിയാമെന്ന് മാത്രം അവൾ പറഞ്ഞു. ഓ ശരിയെന്ന അർത്ഥത്തിൽ ചമ്മിയ മുഖത്തോടെ ഞാൻ 2 വട്ടം തലകുലുക്കി. അതിന് ഞാൻ ലതയോട് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും പണ്ടു തൊട്ടേ എത്ര ചമ്മി വിയർത്താലും വിഷയം മാറ്റാൻ എനിക്കൊരു പ്രത്യേക കഴിവാണ്. ഓമനയും പണ്ട് എന്നോടത് പറയാറുണ്ട്. എനിക്കും ഓമനയ്ക്കും ആകെയുള്ളതൊരു മോളാണ്. അവളുടെ വിവാഹം പറ്റാവുന്ന പോലെയൊക്കെ കേമമായി കഴിഞ്ഞ വർഷം ഞാൻ നടത്തുകയും ചെയ്തു. എനിക്കറിയില്ല, ഞാൻ ഓമനയോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. പൊന്നിലതെ ചതിക്കരുത് നീ. അല്ലെങ്കിലേ അവൾക്കെന്നെ സംശയമാണ്. ഇതെങ്ങാനും അറിഞ്ഞാൽ സൂര്യൻ തിരില്ല. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ഒരാളോട് കെഞ്ചിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഗതി ഓമനെ അറിയാതിരിക്കാൻ ലതയുടെ കാല് പിടിക്കാൻ വരെ ഞാൻ അന്ന് ഒരുക്കമായിരുന്നു. ഓമന എപ്പോഴോ എൻ്റെ പ്രാണനിൽ കലർന്നു ചേർന്ന ഒരു പെണ്ണാണ്. എനിക്ക് ലതയോടുള്ള ബന്ധം അവൾ അറിയേണ്ട നേരമായില്ല എന്ന് മനസ്സ് പറയുന്നത് പോലെ. നിങ്ങളല്ലേ പറഞ്ഞ് നിങ്ങളൊരു തുറന്ന പുസ്തകമാണെന്ന്, ഒരു രഹസ്യവുമില്ലെന്ന്, സത്യം മാത്രമേ പറയൂ എന്ന്. എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു വിയർത്തു നിൽക്കുന്ന ഒരു അവശ്യ കാമുകനെ പോലെ മടിയിൽ ബീഡി തെറുക്കുന്ന മുറവുമായി ഞാൻ ലതയുടെ അരികിൽ തലകുനിച്ചിരുന്നു. അന്ന് കമ്പനി വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഓമനെ അറിയാതെ നമുക്ക് നമ്മുടെ ബന്ധം തുടർന്നൂടേ ലതേ എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു. വളരെ ബഹുമാനത്തോടെ എൻ്റെ പേരിൻ്റെ കൂടെ ചേട്ടാ എന്ന് വിളിച്ച നാവുകൊണ്ട് നിനക്കൊക്കെ പോയി ചത്തൂടെടോ എന്ന് പറഞ്ഞ് ലത എന്നിലും 2 അടി വേഗതയിൽ നടന്നു. അതെന്നിലുണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല. ആ രാത്രിയിൽ ലതയുമായി നടന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ എൻ്റെ ഓമനയോട് തുറന്നു പറഞ്ഞു. എല്ലാം ഒരു നേർത്ത പുഞ്ചിരിയോടെ കേട്ടുവെന്നല്ലാതെ ഒരക്ഷരം അവൾ മിണ്ടിയില്ല. എൻ്റെ വീട് മുഴുവൻ മരിച്ചവരുടെ മണമുള്ള മൗനം വന്ന് അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞതുപോലെ എനിക്ക് തോന്നുകയായിരുന്നു. പിറ്റേന്ന് ഞാൻ കമ്പനിയിലേക്ക് പോയില്ല. നേരം ഉച്ചയാകുമ്പോഴേക്കും ആരോ എൻ്റെ കതകിൽ മുട്ടി. കതക് തുറന്നപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂവെന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ലതയായിരുന്നു മുന്നിൽ. ആരാണ് പറഞ്ഞത്? നാരായണേട്ടൻ. എൻ്റെ പ്രിയതമയുടെ പേര് ഓമനയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ബീഡി കമ്പനിയിൽ നിരവധി ആൾക്കാരുണ്ടെന്നത് എനിക്കറിയാമായിരുന്നു. എന്നാൽ അവൾ മരിച്ചിട്ട് വർഷങ്ങൾ 6 എണ്ണം കഴിഞ്ഞെന്ന സത്യമറിയാവുന്നവർ ചുരുക്കമാണവിടെ. ഓമന മരിച്ചു പോയെന്ന് ഇതുവരെ എന്നോട് പോലും ഞാൻ അമർത്തി പറഞ്ഞിട്ടില്ല.
നാളെ എന്തായാലും കമ്പനിയിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് ലത പോയപ്പോൾ ഞാൻ കഥ കടച്ചു. ഇന്നലെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തൂകി നിന്ന പുഞ്ചിരിയുമായി അപ്പോഴും ഭിത്തിയിൽ നിന്ന് ഓമന എന്നെ സ്നേഹപൂർവ്വം നോക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.